Hi all, welcome back to our spoken English class. അപ്പം നമുക്കിന്ന് പ്രധാനപ്പെട്ട 5 പ്രിപ്പോസിഷനുകൾ, അതായത് ഗതികൾ എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണവ. അപ്പം അതുകൊണ്ട് നമുക്ക് അവയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. നമ്മൾ പഠിക്കാൻ പോകുന്ന 5 പ്രിപ്പോസിഷനുകൾ പറയുന്നതാണ് apart, among, across, along and against. ഏറ്റവും ആദ്യത്തെ വാക്കാണ് apart. ഫിസിക്കൽ സെപ്പറേഷനെ കാണിക്കുന്നത്, അതായത് വേർതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസ് നോക്കാം. The two houses stood apart from each other. 2 വീടുകളും ഒരു ബന്ധവുമില്ലാതെ അകന്നു നിന്നിരുന്നു എന്നാണ് ഈ സെൻറ്റൻസിലൂടെ apart എന്ന പദം ചേർക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് 2 വീടുകളും തമ്മിലൊരു ബന്ധവുമില്ല എന്നാണ് കാണിക്കുന്നത്. ആ വൻ സമുദ്രത്തിൽ ദ്വീപുകളെല്ലാം വേറിട്ട് നിന്നിരുന്നു. എഗെയിൻസ്റ്റ് ഉപയോഗിക്കുന്നതിലൂടെ ഇവിടെ ഒരു ഫിസിക്കൽ സെപ്പറേഷനാണ് നമ്മൾ കാണുന്നത്. അടുത്തത് ഡിഫറൻസ് ഓർ ഡിസ്റ്റിങ്ഷൻ, തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കുന്നതിന് പാർട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസ് ആണ്. ഹെർ യുണീക്ക് സ്റ്റൈൽ സെറ്റ്സ് ഹെർ അപ്പാർട്ട് ഫ്രം ദ റെസ്റ്റ്. അതായത് അവളുടെ അതുല്യമായ ശൈലി അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു. ദ ന്യൂ മോഡൽ ഈസ് ക്വയറ്റ് അപ്പാർട്ട് ഫ്രം ദി ഓൾഡ് വൺ. പുതിയ മോഡൽ പഴയതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇനി അപ്പാർട്ട് ഉപയോഗിക്കുന്നത് എക്സെപ്ഷൻ ഓർ എക്സ്ക്ലൂഷൻ, അതായത് ഒഴിച്ചു നിർത്തുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പാർട്ട് ഫ്രം ദ റെയിൻ ദ പിക്നിക് വാസ് പെർഫെക്റ്റ്. മഴ ഒഴിച്ചു നിർത്തിയ പിക്നിക് നല്ല പെർഫെക്റ്റ് ആയിരുന്നു. എവരി വൺ വാസ് ദെയർ അപ്പാർട്ട് ഫ്രം ജോൺ. ജോൺ ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അടുത്ത രീതിയാണ് സെപ്പറേഷൻ ഇൻ ടു പാർട്സ്, കഷണങ്ങളാക്കി മാറ്റുക. ദി ഓൾഡ് ക്ലോത്ത് വാസ് ടോൺ അപ്പാർട്ട്. പഴയ തുണി കഷണങ്ങളായി കീറിപ്പോയി. ലെറ്റ്സ് ടേക്ക് ദ മെഷീൻ അപ്പാർട്ട് ടു ഫിക്സ് ഇറ്റ്. മെഷീൻ ശരിയാക്കുന്നതിന് വേണ്ടി അതിന് പാർട്സ് ആക്കി മാറ്റാം. രണ്ടാമത്തെ പ്രിപ്പോസിഷനാണ് among. amongനെ നമുക്ക് ആദ്യം സറൗണ്ടഡ് ബൈ എന്ന ഒരു അർത്ഥത്തിൽ ഉപയോഗിക്കാം. അതായത് ദ ബോൾ വാസ് ലോസ്റ്റ് among ദ ലീവ്സ്. അതായത് ബോൾ ഇലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് അർത്ഥം. ദ കാർ ഈസ് ഹൈഡിങ് among ദ ബുഷസ്. കാറ് കുറ്റിച്ചെടികൾക്കിടയിൽ മറഞ്ഞിരിക്കുന്നു. ഇനിയൊരു ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. ഷീ ഈസ് വൺ ഓഫ് ദ സ്മാർട്ടസ്റ്റ് സ്റ്റുഡൻസ് among ഹെർ പിയേഴ്സ്. ഒരേ പ്രായത്തിലുള്ള സമർത്ഥരായ വിദ്യാർത്ഥിനികളിൽ ഒരാളാണ് അവൾ. ദ പ്രൈസ് വാസ് ഡിവൈഡഡ് among ദ 3 വിന്നേഴ്സ്. ആ സമ്മാനം വിജയികളായ 3 ഇടയിൽ പങ്കുവയ്ക്കപ്പെട്ടു. അടുത്തത് മധ്യത്തിൽ, എല്ലാത്തിൻ്റെയും മധ്യത്തിൽ എന്ന രീതിയിൽ. ഹി സ്റ്റുഡ് among ദ ക്രൗഡ് അൺനോട്ടീസ്ഡ്. ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ അവൻ നിന്നു. ദ സീക്രട്ട് വാസ് ഷെയർഡ് among ഫ്രണ്ട്സ്. സുഹൃത്തുക്കളുടെ ഇടയിൽ ആ രഹസ്യം പങ്കുവയ്ക്കപ്പെട്ടു. അടുത്ത പ്രപ്പോസിഷനാണ് അക്രോസ്. ഏതെങ്കിലും ഒരു പ്രതലത്തിലൂടെ ചലിച്ചു പോകുന്ന കാര്യത്തെ കാണിക്കാം. ദ ക്യാറ്റ് വാക്ക്ഡ് അക്രോസ് ദ റൂഫ്. പൂച്ച മേൽക്കൂരയിലൂടെ നടന്നു. ദ ചിൽഡ്രൻ റാൻ അക്രോസ് ദ റോഡ്. കുട്ടികൾ റോഡിലൂടെ ഓടി. ഇനി കുറുകെയുള്ള ചലനം കാണിക്കാൻ. ഷീ സ്വാം അക്രോസ് ദ പൂൾ. അവൾ കുളത്തിന് കുറുകെ നീന്തി. ദേ ഫ്ലൂ അക്രോസ് ദി ഓഷ്യൻ. അവ സമുദ്രത്തിന് കുറുകെ പറന്നു. അടുത്തതായി എതിർവശത്ത് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ദ സ്റ്റോർ ഈസ് അക്രോസ് ദി സ്ട്രീറ്റ്. വഴിയുടെ എതിർവശത്തായിട്ടാണ് കട. ഹീ സാറ്റ് അക്രോസ് ഫ്രം മീ അറ്റ് ദ ടേബിൾ. അവൻ ടേബിളിൽ എൻ്റെ എതിർവശത്താണ് ഇരുന്നത്. ഇനി എന്തിനേലും വ്യാപനത്തെ കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. ദ ബ്രിഡ്ജ് സ്ട്രെച്ചസ് അക്രോസ് എ വാലി. അതായത് ആ പാലത്തിൻ്റെ നീളം താഴ്വരയിലേക്കും കൂടി വ്യാപിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് നോക്കാം. ദ ന്യൂസ് സ്പ്രെഡ് അക്രോസ് ദ കൺട്രി. ആ വാർത്ത രാജ്യം ഒട്ടാകെ, അതായത് രാജ്യം മുഴുവൻ വ്യാപിച്ചു. അടുത്ത പ്രിപ്പോസിഷനാണ് അലോങ്. ഇതിലും ഏതെങ്കിലും ഒരു പ്രതലത്തിലൂടെയുള്ള ചലനം നമുക്ക് കാണാൻ സാധിക്കും. വി വാക്ക്ഡ് അലോങ് ദ ബീച്ച്. ഞങ്ങൾ ബീച്ചിലൂടെ നടന്നു.
ഷീ റാൻ അലോങ് ദ റിവർ ബാങ്ക്. പുഴയുടെ തീരത്തൂടെ അവൾ ഓടി. അടുത്തത് ഉടനീളം എന്നുള്ള അർത്ഥത്തിലാണ്. ദ ട്രീസ് വെർ പ്ലാന്റഡ് അലോങ് ദ ഫെൻസ്. അതായത് വേലി നീളുന്നിടത്തോളം മരങ്ങൾ നട്ടു എന്നാണ്. ദ ഷോപ്സ് വെർ ലൊക്കേറ്റഡ് അലോങ് ദ മെയിൻ റോഡ്. മെയിൻ റോഡിലുടനീളം കടകൾ സ്ഥാനം പിടിച്ചിരുന്നു. ഇനി എന്തിൻ്റെയെങ്കിലും കൂടെ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അലോങ് ഉപയോഗിക്കാറുണ്ട്. കൂട്ടത്തിൽ വായിക്കാനുള്ള ബുക്ക് കൂടി കൊണ്ടുവന്നോളൂ. യു ക്യാൻ ബ്രിങ് യുവർ ബുക്ക് അലോങ് ടു റീഡ്. ഐ വെൻറ്റ് അലോങ് വിത്ത് മൈ ഫ്രണ്ട്സ് ടു ദ പാർട്ടി. കൂട്ടുകാരുടെ കൂടെ ഞാൻ പാർട്ടിക്ക് പോയി. ഇൻ അഡീഷൻ ടു, അതും കൂടി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അലോങ് വിത്ത് ദ കേക്ക് വി ഓൾസോ ഹാഡ് ഐസ്ക്രീംസ്. കേക്കിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഐസ്ക്രീമും കൂടി കഴിച്ചു. അലോങ് വിത്ത് ദ റെയിൻ ദർ വാസ് ഓൾസോ തണ്ടർ. മഴയുടെ കൂടെ തന്നെ ഇടിവെട്ടുമുണ്ടായിരുന്നു. അടുത്ത് വരുന്ന പ്രിപ്പോസിഷനാണ് എഗെയിൻസ്റ്റ്. ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം. ഹീ ലീൻഡ് എഗെയിൻസ്റ്റ് ദ വോൾ. അവൻ ചുവരിലേക്ക് ചാരി നിന്നു. ദ ബോൾ ഹിറ്റ് എഗെയിൻസ്റ്റ് ദ വിൻഡോ. ബോൾ ജനലിൽ ചെന്ന് അടിച്ചു. എന്തെങ്കിലും കാര്യത്തിന് എതിരായിട്ട് നിൽക്കുക എന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് ഉപയോഗിക്കാം. ഐ ആം എഗെയിൻസ്റ്റ് ദ ന്യൂ പോളിസി. ഞാൻ ഈ പുതിയ പോളിസിക്ക് എതിരാണ്. ദേ വോട്ടഡ് എഗെയിൻസ്റ്റ് ദ ബിൽ. അവർ ബില്ലിനെതിരായി വോട്ട് ചെയ്തു. ഇങ്ങനെ എതിരെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എഗെയിൻസ്റ്റ് ഉപയോഗിക്കാം. അടുത്തതായി എഗെയിൻസ്റ്റ് എന്ന പദം നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ദ ന്യൂ കാർ ഈസ് എക്സ്പെൻസീവ് എഗെയിൻസ്റ്റ് ദി ഓൾഡ് വൺ. പഴയതിനേക്കാളും പുതിയ കാറിന് നല്ല വിലയുള്ളതാണ്. ഹെർ പെർഫോമൻസ് വാസ് ഗുഡ് എഗെയിൻസ്റ്റ് ദി അതേഴ്സ്. അവളുടെ പ്രകടനം മറ്റുള്ളവരെക്കാളും മെച്ചപ്പെട്ടതായിരുന്നു. ഇനി കമ്പാരിസൻ്റെ അടുത്ത ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ദ ടീംസ് റെക്കോർഡ് ഈസ് പുവർ എഗെയിൻസ്റ്റ് റൈവൽസ്. എതിരാളികളെക്കാളും വളരെ താഴ്ന്ന നിലവാരത്തിലായിരുന്നു ടീമിൻ്റെ റെക്കോർഡ്. അതായത് ടീം നല്ല രീതിയിൽ കളിച്ചില്ല. റൈവൽസ്, എതിരാളികൾ കുറേയും കൂടി ഇവരെക്കാളും മെച്ചമായിരുന്നു എന്ന് കാണിക്കുന്നതിനാണ് ഇവിടെ എഗെയിൻസ്റ്റ് എന്ന പദം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻ പ്രിപ്പറേഷൻ ഫോർ എന്നുള്ള രീതിയിൽ, അതായത് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടെ എഗെയിൻസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അതായത് വി ആർ ട്രെയിനിങ് ഹാർഡ് എഗെയിൻസ്റ്റ് ദ അപ്കമിങ് മാച്ച്. വരുന്ന ഒരു മാച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ നല്ല ശക്തമായ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ, അതായത് ശക്തമായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ നമ്മൾ എഗെയിൻസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഷീ ഈസ് സേവിങ് മണി എഗെയിൻസ്റ്റ് റെയിനി ഡേ. വരാനിരിക്കുന്ന ഒരു മഴക്കാലത്തിന് വേണ്ടി, അതായത് ഇവിടെ വരാനിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ മഴക്കാലത്തിന് വേണ്ടി അവൾ പൈസ സംഭരിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്, സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ 5 വാക്കുകൾ പഠിച്ചു അല്ലേ? ഇനി നമുക്ക് അതിൻ്റെ വർക്കുകൾ ചെയ്യാം.
സംസാരത്തിൽ കൂടുതലായിട്ട് ഈ 5 വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സംസാരത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.